അമ്മപ്പള്ളി ടെമ്പിളിലൊക്കെ പോയതിന് ശേഷം ഇനി എങ്ങോട്ട് പോകുന്നത് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് നാനാജി വാട്ടർഫാൾസ് കണ്ടത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അടിപൊളി വാട്ടർഫാൾസൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വച്ചു പിടിച്ചു. ഒരു ഗ്രാമത്തിന് അകത്തായിട്ടാണ് ഈ നാനാജി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ തെലങ്കാനയിൽ നമുക്ക് ഇപ്പോഴും ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളും മറ്റും കാണാൻ സാധിക്കും. ഇപ്പോൾ പോയപ്പോൾ തന്നെ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. തൊട്ടടുത്ത് ശംഷാബാദ് എയർപോർട്ട് ആയതിനാൽ ഈ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്ന മറ്റും നമുക്ക് അടുത്തുനിന്ന് കാണാം. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ അപൂർവമാണെങ്കിലും തെലങ്കാനയിൽ ഇപ്പോഴും ഉൾഗ്രാമങ്ങളിൽ പഴയ രീതിയിലുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും അവർ തുറന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്നത് കാണുന്നതൊക്കെ. അപ്പോൾ അടുത്തായി തന്നെ നമുക്ക് വേറെ കൃഷിയും കാര്യങ്ങളും മറ്റും കാണാം. അവിടെ തന്നെ ചെറിയൊരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. ഒരു ചെറിയ നടപ്പാതയിലൂടെ നീങ്ങിയിട്ട് വേണം നമുക്ക് അവിടെ എത്തിച്ചേരാനായി. അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളച്ചാട്ടം കാണാനായിട്ട് ആഗ്രഹിച്ച് ഞങ്ങൾ നാനാജിപൂർ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു ബണ്ടിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആകെ വെള്ളച്ചാട്ടം കാണാൻ ആഗ്രഹിച്ചിട്ട് നിരാശയാണ് എല്ലാവർക്കും ഉണ്ടായത്. ലോക്കലായിട്ടുള്ള കുറേ ആൾക്കാർ ഈ വെള്ളം ആസ്വദിക്കാനായിട്ട് വന്നിരിപ്പുണ്ട് ഇവിടെ. കൃഷിക്കും മറ്റുമായി ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു തടാകം പോലെ കുറേ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇത് കരകവിഞ്ഞൊഴുകുമ്പോഴാണ് നമ്മൾ ഈ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളം കുറവായതിനാൽ ഇത് കവിഞ്ഞൊഴുകാനുള്ള ലെവലില്ല. അപ്പോൾ ഈ ഏരിയയിലൊക്കെയാണ് വെള്ളം കവിഞ്ഞൊഴുകി നമുക്ക് നല്ല ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോസൊക്കെ കാണുന്നു. അപ്പോൾ നല്ല മഴക്കാലത്തൊക്കെ വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് കാണുന്ന വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ആ ബണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടെയാണ് വെള്ളം ഓവർഫ്ലോ ആയി ഒഴുകി വീഴുന്നത്. ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ പ്രതീതി നൽകുന്നു. അപ്പോൾ ഇനി നാനാജിപൂർ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ല വെള്ളമുള്ള സമയത്ത് വരാൻ ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.